അഡ്വാൻസ്ഡ് വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിട്ട് മാറുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള പാറ്റേൺ ഉണ്ട്. ഇപ്പൊ നീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻ ആണ് ഉണ്ടാവുക. 720 മാർക്സിലാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള കാര്യം അറിയാം. ഇപ്പൊ മെയിൻസിനാണെങ്കിലും മാത്സിലും ഫിസിക്സിലും അതേപോലെ തന്നെ കെമിസ്ട്രിയിലും 25 ക്വസ്റ്റ്യൻസ് ആണ് ഈച്ച് വരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാ എക്സാമിനും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ JEE അഡ്വാൻസ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഇല്ല. ചിലപ്പോൾ ഒരു ആൻസർ ആയിരിക്കും കറക്റ്റ്, ചിലപ്പോൾ 2 ആയിരിക്കും, 3 ആയിരിക്കും, ചിലപ്പോൾ 4 കറക്റ്റ് ആയിരിക്കും, ചിലത് അസേർഷൻ റീസൺ ആയിരിക്കും, അല്ലെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള പാറ്റേൺസ് ആണ് വരുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഓരോ വർഷവും അതിൻ്റെ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. സോ JEE അഡ്വാൻസ്ഡിന് പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എക്സാം എങ്ങനെ വരും എന്നുള്ള കാര്യം ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെയാണ് നമ്മൾ ഒരു എക്സാമിന് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേൾഡിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിട്ട് JEE അഡ്വാൻസ്ഡ് മാറുന്നത്.